സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ രാവിലെ സമയം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 90-ാം സങ്കീർത്തനത്തിൽ ദൈവദാസനായ മോശ ഇപ്രകാരം പറയുകയാണ്: ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നമ്മുടെ നാളുകളെ എണ്ണിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് ഏകദേശം 25,000 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 25,000 ദിവസങ്ങളിൽ എത്രയോ ദിവസങ്ങൾ ഇപ്പോൾ കടന്നുപോയി കഴിഞ്ഞു. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് കണ്ടെത്തുവാൻ കഴിയും. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി ചെയ്യുന്നതിന് വളരെയേറെ താല്പര്യമുണ്ട്. അവർ അത് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ജോലി ചെയ്യുവാനും പണമുണ്ടാക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളെ കാണുവാൻ കഴിയും. അതേസമയം തന്നെ ജോലി ചെയ്യുവാൻ യാതൊരു ആഗ്രഹവുമില്ലാത്ത, ജോലി ചെയ്യുന്നതിൽ മടിയുള്ള ധാരാളം ആളുകളെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും നാം എണ്ണിക്കൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും വെറുതെ ഇരിക്കുവാനോ ജോലി ചെയ്യാതെ സമയം നഷ്ടപ്പെടുത്തുവാനോ നമുക്ക് താല്പര്യം ഉണ്ടാവുകയില്ല. ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്തി കളയുവാൻ നമുക്ക് സാധിക്കാത്ത ഒരു നിലയിലേക്ക് നാം ഉയർന്നു വരുന്നു. അങ്ങനെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ജീവിതത്തിൻ്റെ ലക്ഷ്യവും എല്ലാം ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ ലഭിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അത് അനുഗ്രഹമത്രേ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി സമയത്തിൻ്റെ കാര്യത്തിലും ശമ്പളത്തിൻ്റെ കാര്യത്തിലും പ്രത്യേകതകളുണ്ട്. ഒരു ദിവസം നാം ജോലി ചെയ്യുമ്പോൾ അത് എത്ര മണിക്കൂറുകളിൽ ജോലി ചെയ്തു എന്ന് കണക്കാക്കിയാണ് നമുക്ക് ശമ്പളം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹം കൂടുതൽ വർക്കിംഗ് അവേഴ്സ് ലഭിക്കണം എന്നുള്ളതാണ്. ഏറെ രസകരമായ ഒരു കാര്യം, വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയക്കാർ പോലും എല്ലാവരും ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ജോലി ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് അവിടെ ജീവിക്കുവാൻ സാധ്യമല്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. അവർ ജോലി ചെയ്യുകയും ശമ്പളം പറ്റുകയും ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുകയും ചെയ്യണം. അല്ല എങ്കിൽ അവർക്ക് പിന്നീടുള്ള ദിവസങ്ങൾ വളരെ സങ്കടകരവും പ്രയാസകരവുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും ജോലിക്കായിട്ട് പോകുന്നു. എല്ലാ ദിവസവും അവർ ജോലി ചെയ്യുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലാണെങ്കിലോ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി ചെയ്യാതെ ജീവിക്കുവാനാണ് പലരും ആഗ്രഹിക്കുന്നത്. നല്ല ജോലി ചെയ്യുന്ന ധാരാളം രാഷ്ട്രീയക്കാരുണ്ട്, അവരെ അഭിനന്ദിക്കുന്നു. അതേസമയം തന്നെ യാതൊരു ജോലിയും ചെയ്യാതെ കുൽസിത പ്രവർത്തനങ്ങളിലൂടെ പണം സമ്പാദിക്കുന്ന ധാരാളം ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ ചുരുങ്ങിയതായ ഈ ആയുസ്സിൽ, അതായത് ഏകദേശം 25,000 ദിവസങ്ങൾ മാത്രമുള്ള ഈ ആയുസ്സിൽ എന്താണ് വാസ്തവത്തിൽ നാം നേടേണ്ടുന്നത്? ജീവിതത്തിലെ മിക്ക ദിവസങ്ങളിലും നാം അത്യധ്വാനം ചെയ്തു, ധാരാളം പണം സമ്പാദിച്ചു, വലിയ മണിമാളികകൾ ഉണ്ടാക്കി, സുഖലോലുപരായി ജീവിച്ചു. അങ്ങനെ ജീവിച്ച് 25,000 ദിവസങ്ങളോളം ജീവിച്ച് ആ ജീവിതം അവസാനിപ്പിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നാം നേടേണ്ടത് നേടിയോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. വാസ്തവത്തിൽ എന്താണ് നാം നേടേണ്ടുന്നത്? ഈ പറയപ്പെട്ട സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണോ നാം നേടേണ്ടുന്നത്? ഒരിക്കലുമല്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം എന്നാണ് ദൈവാത്മാവ് നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് 25,000 ദിവസങ്ങൾ മാത്രമുള്ള നമ്മുടെ ജീവിതത്തിൽ സർവ്വലോകവും നേടിയിട്ടും ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ യാതൊരു പ്രയോജനവുമില്ല. ഈ ജീവിതത്തിൻ്റെ അവസാനമായി കണ്ണുകൾ അടയുമ്പോൾ അടുത്ത നിമിഷം നാം കണ്ണുകൾ തുറക്കുന്നത് എവിടെയാണ്? ദൈവത്തെ അന്വേഷിക്കാത്തവന്റെ കണ്ണുകൾ യാതനാസ്ഥലത്ത് തുറക്കപ്പെടുന്നു. അവിടെ നിന്ന് അന്ത്യന്യായവിധിക്കായി ആ ആത്മാക്കൾ ദൈവം മുൻപാകെ നിൽക്കുന്നു. അന്ത്യന്യായവിധിക്ക് ശേഷമായി പിശാചിനും അവന്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു. എന്നാൽ ലോകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് പാപക്ഷമ ലഭിക്കുകയും അവർക്ക് ദൈവമക്കളായി തീരുകയും ചെയ്യുവാൻ സാധിക്കും. അവരുടെ കണ്ണുകൾ ഈ ലോകത്തിൽ അടയുമ്പോൾ അടുത്ത നിമിഷം അവർ ദൈവസന്നിധിയിൽ അവരുടെ കണ്ണുകൾ തുറക്കുകയാണ്. വാസ്തവത്തിൽ ഇതാണ് ലാഭകരമായ ജീവിതം. ജീവിതത്തിൽ നേടേണ്ടുന്നത് ഇത് തന്നെയാണ്. അല്ല എങ്കിൽ ജീവിതം മുഴുവനും നഷ്ടമാണ്. ഇന്ന് രാവിലെ ഈ സ്വർഗീയനാദം ശ്രവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഉള്ളത്തിൽ വിശ്വാസത്താൽ സ്വീകരിച്ച് ദൈവത്തിന്റെ വകയായി തീർന്ന് നിത്യമായ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ, അങ്ങനെ ജീവിതത്തെ നേടുവാൻ കർത്താവ് താങ്കളെ ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവനദിയായി ഒഴുകുന്ന സ്നേഹം അനുദിനം നുകരുവാൻ കേൾക്കൂ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. സകല സമ്പത്തും ദൈവികദാനം, ജീവിതമാകെയും സ്നേഹ സമ്മാനം. മതിമറന്നീ സുഖം സ്വാർത്ഥമായി തീർന്നാൽ
മതിമറന്നീ സുഖം സ്വാർത്ഥമായി തീർന്നാൽ ഇരുളിൻ്റെ സന്തതിയായി മാറും. ഈ ലോകം മുഴുവനും നേടിയെടുത്താലും ആത്മാവ് നശിച്ചാലെന്തു ഫലം? ദൈവത്തിൻ രാജ്യവും നീതിയും തേടാതെ ജീവിതം കൊണ്ടിനി എന്തു നേട്ടം? ദൈവത്തിൻ രാജ്യവും നീതിയും തേടാതെ ജീവിതം കൊണ്ടിനി എന്തു നേട്ടം? ഈ ജീവിതം കൊണ്ടിനി എന്തു നേട്ടം? ഈ ലോകം മുഴുവനും നേടിയെടുത്താലും ആത്മാവ് നശിച്ചാലെന്തു ഫലം?